ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിയേക്കുന്നത്, ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു, അത്രയും റിക്വസ്റ്റ് കിട്ടിയേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി പഠിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ ചേച്ചി പഠിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കേട്ടോ, ഞാൻ പഠിച്ച കോഴ്സ് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇടുമെന്ന്. അപ്പം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സെക്ടറിൽ ഓസ്ട്രേലിയയിൽ നല്ല ഡിമാൻഡ്, അതായത് നേഴ്സിങ്ങിന്റെ ഒപ്പം പിടിച്ചു നിൽക്കുന്ന ഡിമാൻഡ് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പൊ കുറേ പേർക്ക് ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ PR കിട്ടും എന്നുള്ളൊരു ഇതുണ്ട്, ബോധ്യമുണ്ട്. അതുകൊണ്ടൊക്കെ കൂടിയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞാൻ പഠിച്ചത് അത് ആ കോഴ്സാണ്, ഞാൻ ആ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചറായിട്ടാണ്. ഇതിനു മുന്നേ ഞാൻ വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ ആയിട്ടാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അറിയാം ഹെൽത്ത് കെയർ സെക്ടറിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടെന്ന്. പക്ഷെ ഹെൽത്ത് കെയർ സെക്ടർ എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ? അതായത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബിസിനസ് ആണെങ്കിൽ, നിങ്ങൾക്ക് നഴ്സിംഗ് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ച് ഭയങ്കര റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ നല്ല ഡിമാൻഡും ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ബിസിനസ് ഫീൽഡ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, സയൻസ് ഫീൽഡ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതിന് മാറ്റർ ചെയ്യുന്നില്ല. ആരാണെങ്കിലും ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നല്ല PR ഓപ്പർച്യൂണിറ്റിയിൽ തൽക്കാലം നിൽക്കുന്ന ഒരു കോഴ്സുമാണ്. അപ്പം എല്ലാവരും ഇത് എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. കുറേ പേര് എന്നോട് ഡീറ്റെയിൽസ് ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാൻ നേരത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നുമില്ല. എനിക്ക് അറിയാവുന്നവരെ ഞാൻ അങ്ങോട്ട് പറയുകയാണ്. പക്ഷെ ഞാൻ മാക്സിമം ഞാൻ ഉറപ്പുവരുന്നത് എനിക്ക് അറിയാവുന്ന എല്ലാം A to Z ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിരിക്കുന്നത് എന്താ, സ്ക്രിപ്റ്റ് ഇല്ല, എന്തൊക്കെ പോയിന്റ് കവർ ചെയ്യണം, അതായത് റിക്വയർമെന്റ്സ് ആയിക്കോട്ടെ, PR പാത്വേ ആയിക്കോട്ടെ, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് കോഴ്സസ് ഉള്ളതായിക്കോട്ടെ, എന്തൊക്കെ പൊസിഷനാണ്, സാലറി, ഇതൊക്കെ ഞാൻ കവർ ചെയ്യുന്നതാണ്. എങ്ങനെ എനിക്ക് ജോലി കിട്ടി, ഇതും ഞാൻ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ മെയിൻ വീഡിയോയിലേക്ക് കടക്കാൻ നേരത്തൊരു കാര്യം എല്ലാ വീഡിയോയിലും തുടക്കത്തിൽ പറയുന്നതാണ്. നമുക്കൊരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഓസ്ട്രേലിയക്ക് വരാനുള്ള സ്റ്റുഡൻസിൻ്റെയാണ്. അതിനകത്ത് ഇപ്പോൾ 2900 കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. ഓൾറെഡി ഓസ്ട്രേലിയയിൽ വരാനിരിക്കുന്നവർ, കുറേ പേര് ഓസ്ട്രേലിയയിലുള്ളവര്, കുറേ പേര് ഓസ്ട്രേലിയ പഠിക്കുന്നതിനെ പറ്റി അറിയാൻ താല്പര്യപ്പെടുന്നവര്. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കണം, കണക്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇൻസ്റ്റാഗ്രാം ഇപ്പൊ തന്നെ 20K ഹിറ്റ് ആവാറിയിരിക്കുകയാണ്. പിന്നെ എന്നെ കുറേ പേര് നേരിട്ട് കാണുമ്പോൾ എന്നോട് വന്ന് മിണ്ടാറുണ്ട്. അവരൊക്കെ പറയാറുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി വഴിയാണ് അവർക്ക് അക്കോമഡേഷൻ ഒരുമിച്ചെടുത്തത്, കുറേ പേര് ഫ്രണ്ട്സിനെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നേരിട്ട് വന്ന് മിണ്ടുന്നതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. നമുക്കിങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ആളുകളെ പരിചയപ്പെടാനൊക്കെ ഉണ്ടാക്കിയതിലും ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് അറിയത്തില്ല, കാര്യം ഞാൻ വന്ന സമയത്ത് എങ്ങനെ എനിക്ക് അങ്ങനെ ആരെയും അറിയില്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ ഇനി വരുന്ന സ്റ്റുഡൻസിന് ഉണ്ടാവാതിരിക്കാനും തുടങ്ങിയതാണ്. പക്ഷെ ഇത്രയും വലിയൊരു ഇതായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ എല്ലാവരോടും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനെ പറ്റി സംസാരിക്കുന്നത് എന്താണ് ഈ സംഭവം സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, 0 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികളെ മാനേജ് ചെയ്യുക, അവരെ പഠിപ്പിക്കേണ്ടതായ പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുക, പഠിപ്പിക്കുക, ആ ഒരു ഇതാണ്. ഇതിനകത്ത് നമുക്ക് നാട്ടിലിപ്പോൾ നിങ്ങൾ ഓർക്കും ഇവരെ എന്ത് പഠിപ്പിക്കാനാണ്. പക്ഷെ എൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ പറയുവാണ്, ഇവിടെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഈ 0 to 5 ഇയേഴ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് അതിൻ്റെതായ ഒരു കരിക്കുലം ഉണ്ട്. അവർക്ക് ഇത് ഇങ്ങനെ നമ്മൾ ഓരോ ആഴ്ച പ്രിപ്പയർ ചെയ്യും. ഈ ഒരു കരിക്കുലമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സസ്റ്റൈനബിലിറ്റി, ഇൻഡിപെൻഡൻസ്, സെൽഫ് ലവ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടി പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുക. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ അവരെ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ എഡ്യൂക്കേറ്റേഴ്സിന് ഇതിന് മാത്രം എന്താ പഠിപ്പിക്കാനുള്ളത്? മെയിനായിട്ടും ടീച്ചേഴ്സിനാണ് ഇങ്ങനത്തെ റോളൊക്കെ വരുന്നത്, പഠിപ്പിക്കുന്നത്. എഡ്യൂക്കേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എഡ്യൂക്കേറ്റേഴ്സും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. ഇത് രണ്ടും ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ പൊസിഷൻ വരുന്നത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്, ടീച്ചേഴ്സും വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് രജിസ്ട്രേഷനൊക്കെ എടുക്കാൻ പറ്റും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എടുക്കാവുന്ന സിറ്റുവേഷനുള്ളൂ. പക്ഷെ നമുക്ക് എഡ്യൂക്കേറ്റർ ആണോ ടീച്ചർ ആണോ ആവുന്നതെന്ന് നമ്മുടെ എക്സ്പീരിയൻസും നമുക്ക് കിട്ടുന്ന അവർ അനുവദിക്കുന്ന, നമ്മൾ ജോലി സ്ഥലത്ത് നമ്മുടെ അനുവദിക്കുന്ന അനുസരിച്ചൊക്കെ ഇരിക്കും.
അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും പറയാം. പക്ഷെ ഇത് നമുക്ക് മെയിനായിട്ട് ഇവിടെ സംസാരിക്കാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആർക്കൊക്കെ എടുക്കാം, എത്ര രൂപയാവും, ഏതൊക്കെ കോഴ്സുകളാണ്, അതൊക്കെയാണ്. അപ്പം അതിനകത്തേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, ഞാൻ ഓസ്ട്രേലിയയിൽ വന്നത് മാസ്റ്റേഴ്സ് ഇൻ ഫൈനാൻസ്, MCOM ഫൈനാൻസ് എടുക്കാൻ വന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ UWയിൽ എൻ്റെ MCOM ഫൈനാൻസ് പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്, അല്ലെങ്കിൽ ബോധം വന്നത്, ഈ ഒരു കോഴ്സ് കൊണ്ട് എനിക്ക് PR കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്നല്ല, ഭയങ്കര പാടാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. എനിക്ക് ആ സമയത്ത് എനിക്ക് മനസ്സിലായത്, എനിക്ക് ഫൈനാൻസ് മാനേജർ എന്നുള്ള പൊസിഷനിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം PR കിട്ടാനെന്നാണ്. അത് മനസ്സിലായത് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും പഠിച്ചു തുടങ്ങിയത് ഫിനിഷ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു സ്കോപ്പ് കുറവായിരുന്നു എന്ന്, ഇത്രയും സ്കോപ്പ് കുറവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം എൻ്റെ സ്റ്റേ ബാക്ക് പീരീഡ്, നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ സ്റ്റേ ബാക്ക് പീരീഡ് കിട്ടൂല, എനിക്ക് 3 ഇയേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ ഈ ഇയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പഠിച്ചത്. ഇയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഞാൻ പഠിച്ചത് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഇയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ 1 വർഷത്തെ കോഴ്സായിരുന്നു. എനിക്ക് ഏകദേശം ആയത് $22,000 ആണ്. അപ്പോൾ അത് എത്രയാവും നാട്ടിൽ, ഇതിൽ നിന്ന് ഞാൻ ഇവിടെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ ബാക്കി എത്രയാണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ, ഏതൊക്കെ യൂണിവേഴ്സിറ്റി പഠിക്കാം, എത്ര രൂപയാവും, ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഗ്രാജുവേറ്റ്, ഇതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. നിങ്ങൾ അതുകൂടി നോക്കണേ. അപ്പം എനിക്കായത് ഈ 1 വർഷത്തെ കോഴ്സിന് $23,000 ഞാൻ യൂണിവേഴ്സിറ്റിയിലല്ല പഠിച്ചത്, ഞാൻ സാധാ ഒരു കോളേജിലാണ് പഠിച്ചത്. കോളേജ് എപ്പോഴും യൂണിവേഴ്സിറ്റീസിനെ അപേക്ഷിച്ച് ചീപ്പായിരിക്കും. പക്ഷേ നിങ്ങൾ നാട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ വേറെയാണ്, അതിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. പക്ഷെ എൻ്റെ ഇതിനെപ്പറ്റി പറയാൻ നേരത്ത് 1 വർഷത്തെ കോഴ്സാണെന്നുള്ളത്. നമുക്ക് 2 പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ പ്ലേസ്മെന്റ് എന്ന് ഇവിടെ പറയുന്നുള്ളൂ, പെയ്ഡ് ആയിരുന്നില്ല ഞാൻ പഠിച്ച സമയത്ത്. ഇപ്പൊ ഗവൺമെന്റ് ഇതൊക്കെ പെയ്ഡ് ആക്കി. ഇന്റേൺഷിപ്പ് പോലെയായിരുന്നു എൻ്റെ. അതായത് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. നമുക്ക് 60 ദിവസത്തെ, ഇത് ഇത്ര മണിക്കൂർ എന്നുള്ള രീതിയിലാണ്, എനിക്ക് തോന്നുന്നു 2500 മണിക്കൂർ എന്തോ ആണ്. നമുക്ക് സൂപ്പർവൈസ് ടീച്ചിങ് വേണം. നമുക്കപ്പോൾ നമ്മളൊരു ചൈൽഡ് കെയർ ചെല്ലുന്നു, അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒബ്സർവേഷൻ എഴുതണം. അതുകൂടാതെ കുറേ കാര്യങ്ങൾ, റിപ്പോർട്ട്സും അതൊക്കെ ചെയ്യാനുണ്ട്. ഏറ്റവും വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, അവർ തന്നെ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കണ്ടെത്താനായിട്ട് സഹായിക്കും. ഞാൻ ഇന്റേൺഷിപ്പ് എന്നാണ് പറയുന്നത്, കാര്യം അത് ആ സമയത്ത് പെയ്ഡ് ആയിരുന്നില്ല. പക്ഷെ പ്ലേസ്മെന്റ് എന്നാട്ടോ പറയുന്നത്. നമുക്ക് നഴ്സിങ്ങിനൊക്കെ പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്കൊരു സൂപ്പർവൈസ് ടീച്ചിങ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ. അപ്പൊ അതുണ്ട് അതിനകത്ത്. പിന്നെ എനിക്കെങ്ങനെ ജോലി കിട്ടിയെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. ഞാൻ ഇത് പഠിച്ച ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു ഇന്റേൺഷിപ്പ് പോലത്തെ പ്ലേസ്മെന്റ് ഉണ്ട്. ഈ പ്ലേസ്മെന്റ് കയറി കുറച്ച് ദിവസം കഴിഞ്ഞ്, എൻ്റെ പ്ലേസ്മെന്റ് തീർന്നതിന് മുന്നേ അവരെന്നോട് ചോദിക്കുകയാണ് ഉണ്ടായത്, വുഡ് യു ലൈക്ക് ടു വർക്ക് ഹിയർ എന്ന്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. ഞാനിപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഈ മാസം 1 വർഷം ആവാറായി. അപ്പോൾ ഞാൻ എഡ്യൂക്കേറ്റർ ആയിട്ടാണ് ചേർന്നത്. ഇപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ECT ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ECT ബ്രേക്കിന് പോയേക്കോട്ടെ, അത് കാരണം കേട്ടോ. ആള് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ബാക്ക് ടു എഡ്യൂക്കേറ്റർ ആവുമോ എനിക്കറിയത്തില്ല. പക്ഷെ ഈ ഒരു സമയത്ത് ഞാൻ റൂം ലീഡർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനും ചാൻസ് ഉണ്ട്, കാര്യം പുതിയ റൂൾസ് ഒക്കെ വരുന്നുണ്ട്. ലൈക്ക് ഒരു റൂമിൽ ഇത്ര ടീച്ചേഴ്സ് വേണം എന്നുള്ള രീതിയിൽ, ഇത്ര റൂം ലീഡേഴ്സ് വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഹോപ്പ്ഫുള്ളി ഞാൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും, ദൈവം സഹായിച്ചും. അങ്ങനെ അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അതിലല്ലോ ഇപ്പോൾ പ്രശ്നം. എങ്ങനെ ജോലി കിട്ടി, ഇപ്പം പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പ് യൂഷ്വലി ഞാൻ ഇപ്പം എൻ്റെ സിറ്റുവേഷൻ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന കുറേ പേർക്ക്, എല്ലാവർക്കും അല്ല, കുറേ പേർക്ക് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യണമെങ്കിൽ അവർക്ക് അത്യാവശ്യം ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാഫിന്. അപ്പം അവർ ചോദിക്കും എന്താ താല്പര്യം ഉണ്ടോയെന്ന്. അപ്പം നമുക്ക് കിട്ടുന്നതാണ് മിക്കവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് കിട്ടിയിരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ഓപ്ഷൻ നമുക്ക് സീക്ക്, ലിങ്ക്ഡിൻ അല്ലാതെ എങ്ങനെയാണ് ജോലി യൂഷ്വലി അപ്ലൈ ചെയ്യുന്ന, ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്താൽ ജോലി കിട്ടുന്നതാണ്. അതാണ് എൻ്റെ സിറ്റുവേഷനായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ നാട്ടിലുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പഠിക്കാം? ഇതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്.
ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്തോലെ ഗ്രാജുവേറ്റ് ഡിപ്ലോമ നാട്ടിൽ നിന്ന് എടുക്കാം. പക്ഷെ അത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അതിന് മെയിൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിലുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സമയത്താണ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്തത്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കപ്പോൾ വേറെ വിസ റിജക്ഷൻ ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. കാര്യം ഞാൻ സ്റ്റേ ബാക്ക് പീരീഡിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് സ്റ്റഡി ലിമിറ്റേഷൻ ഇല്ല. എനിക്ക് പഠിക്കണതിന് ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല, നമുക്ക് റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ നിങ്ങൾ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങളൊരു +2 കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ വിസ റിജക്ഷൻ വളരെ 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 കൂടുതലാണ്. ഞാനത് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വിക്ടോറിയ യൂണിവേഴ്സിറ്റിയൊക്കെ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ലീഡിങ് ടു മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാസ്റ്റേഴ്സ് പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ നിങ്ങളൊരു ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഒരിക്കലും അത് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ലീഡിങ് ടു മാസ്റ്റേഴ്സ് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഗ്രാജുവേറ്റ് ഡിപ്ലോമ മാത്രമായിട്ടുള്ള ഒരു കോഴ്സ്, 1 വർഷത്തെ കോഴ്സ് എടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഹൈ ചാൻസസ് ഓഫ് വിസ റിജക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നാട്ടിലുള്ള ഒരു വ്യക്തിയാണ്, ഓഫ് ഷോർ ആണെങ്കിൽ, ഓൺ ഷോർ ഉള്ള ഒരാളാണ് ഇപ്പൊ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ ആയിരുന്നാൽ മതി. പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയില്ലെങ്കിൽ ആകെ മിക്സ്ഡ് അപ്പ് ആയി പോകും. നിങ്ങൾ നാട്ടിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനോ മാസ്റ്റേഴ്സ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനോ, അല്ലെങ്കിൽ നിങ്ങൾ +2 ബാച്ചിലേഴ്സോ പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ലീഡിങ് ടു മാസ്റ്റേഴ്സോ എടുക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് സ്റ്റേ ബാക്ക് വേണം. നമുക്കിത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് നിൽക്കാൻ കുറച്ച് സമയം വേണം. ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് അത് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഉറപ്പില്ല. നമുക്ക് ഈ 3 ഇയേഴ്സ് സ്റ്റേ ബാക്ക് ആ ഒരു സംഭവം അതിനില്ല. പിന്നെ ഒട്ടും സേഫ് അല്ല, നല്ല വിസ റിജക്ഷന് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്നോട് കുറേ പേര് ചേച്ചി എടുത്ത കോഴ്സ് പറയൂ ചേച്ചി. ഞാൻ പഠിച്ചത് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ 1 വർഷത്തെ കോഴ്സാണ്. അത് നാട്ടിൽ നിന്ന് വന്ന ഒരാൾക്കും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഇവിടെയുള്ള ഒരാളാണ്, നിങ്ങൾ സ്റ്റുഡൻറ് വിസയ്ക്ക് നോക്കുന്നതാണെങ്കിൽ ഓക്കെ, അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതിനകത്തും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ റീസെന്റ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊണ്ടുവരുന്നതാണ്, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ സ്റ്റേ ബാക്ക് വിസയിലായിരുന്നു, അതായത് 485 വിസ. അപ്പൊ അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്ന ആ ഒരു സമയത്ത് വിസയാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കണമെങ്കിൽ നിങ്ങൾ മുന്നേ പഠിച്ച വിസ, അതായത് മുന്നേ പഠിച്ച കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ 485 വിസയിലാണ്, അപ്പൊ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെ മുന്നേ പഠിച്ചത് ഏർലി ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആയിരിക്കണം എന്നുണ്ട്. അത് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എപ്പോഴാണോ ഇംപ്ലിമെന്റ് ചെയ്തോ അതിനെപ്പറ്റി ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഏജന്റിനെ സമീപിക്കാമെന്ന് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇത് മെയിനായിട്ടും നാട്ടിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കാതെ ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഓറൽസ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ലീഡിങ് ടു മാസ്റ്റേഴ്സോ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതിന് എത്ര ഫീസ് ആവും എങ്ങനെയാണെന്നുള്ളത് ഞാൻ എത്ര വർഷം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നതാട്ടോ. അപ്പൊ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ഇതിന്റെ എന്താ പറയാൻ നേരത്ത് അഡ്മിഷൻ റിക്വയർമെന്റ്സിനെ പറ്റി പറയാൻ നേരത്ത് കുറെ പേരുടെ വിചാരമുണ്ട് നമുക്ക് 28, 27 വേണം എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല അഡ്മിഷൻ റിക്വയർമെന്റ്സ്. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഇതിനകത്ത് 7 ഈച്ച് അല്ലെങ്കിൽ ഓവറോൾ 7 എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. എനിക്ക് എല്ലാത്തിനും 7 ഈച്ച് എബോവ് 7 ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതും അയൽസ് വേണമെന്ന് നിർബന്ധമില്ല, PT മതി. എൻ്റെ ഒരു വിശ്വാസത്തിൽ PT-യിൽ 7 ഈച്ച് കിട്ടാന്നുള്ളത് നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് എന്തായാലും കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് അയൽസ് അല്ലെങ്കിൽ PT-ക്ക് 7 ഈച്ച് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമുക്ക് കറന്റ്ലി ഉള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു അഡ്മിഷൻ റിക്വയർമെന്റ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഒഴിവാക്കുക, വിസ റിജക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഇനി PR പാത്വേനെ പറ്റി സംസാരിക്കാൻ നേരത്ത് എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഡിമാൻഡാണ്. നിങ്ങൾ കുറെ മീംസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, മറ്റേ നേഴ്സിംഗിന്റെ ഒപ്പം നിൽക്കുവാണെന്നുള്ള രീതിയിൽ. കാര്യം അത്രയും ഡിമാൻഡാണ്. എന്നെ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറെ നാളായിട്ട് ഇതിന്റെ ഡിമാൻഡ് ഇപ്പൊ നിങ്ങൾ ഓർക്കും, ഇത്രയും പേര് കുറെ പേര് പഠിക്കണ്ടേ. ഞാൻ പറയാലോ, ഞാൻ പഠിച്ച കോളേജിൽ തന്നെ 400 പേര് കൂടുതൽ എന്തോ പഠിക്കണ്ടായി. എന്നിട്ട് ഇതിന് ഇത്രയും തന്നെ ഡിമാൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് പഠിക്കും, പഠിച്ചു കഴിഞ്ഞാൽ PR കിട്ടും. PR ഇട്ട് കഴിയുമ്പോൾ അവർ കോഴ്സ് ഫീൽഡ് മാറും. അതായത് ഏർലി ചൈൽഡ്ഹുഡ് എടുക്കും, PR കിട്ടും. എന്നിട്ട് അവർ ചില ബിസിനസ്സോ
വേറെ ഏതെങ്കിലും അവർ നേരത്തെ ചിലപ്പോൾ IT ആയിരിക്കും, ITക്ക് PR കിട്ടാത്തതുകൊണ്ടായിരിക്കും ഇവർ ചെയ്ത് ആ IT ഇട്ട് നല്ല ജോലിയിട്ട് തിരിച്ചു. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇതിന്റെ സ്കോപ്പ് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. ഇനി ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് PR കിട്ടാൻ എന്തൊക്കെ വേണം എന്നുള്ള രീതിയിൽ പണ്ട് ഇതിന്റെ റിക്വയർമെന്റ്സ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IELTS-ന് 2827 അത് 8877 എന്ന് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ഡിമാൻഡ് കൂടിയത് കാരണം അത് അവർ എടുത്തു കളഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ ഇപ്പം ഇല്ല. ഇപ്പം ആകെ നിങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ളത് 4 years ഓഫ് സ്റ്റഡിയാണ്. ഈ 4 years ഓഫ് സ്റ്റഡി എന്ന് ഇവർ പറയുന്നത് ഓസ്ട്രേലിയയിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം നിങ്ങൾ നാട്ടിൽ ബാച്ചിലേഴ്സ് പഠിച്ചൊരു വ്യക്തിയാണ്, അത് 3 വർഷം ബാച്ചിലേഴ്സ്. ഇവിടെ നിങ്ങൾ ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിച്ചു 4 വർഷം, അത് മതി. അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിങ്ങൾ ബാച്ചിലേഴ്സ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ പോലെ നാട്ടിൽ ബാച്ചിലേഴ്സ് പഠിച്ചു, ഇവിടെ മാസ്റ്റേഴ്സ് പഠിച്ചു, ഓൾറെഡി അത് 5 years ആയി, പ്ലസ് ഞാൻ ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിച്ചു. ആ ഒരു സിറ്റുവേഷൻ ഇറ്റ് ഡസൻ ഹാവ് ടു ബി ദ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്റെ ഫീൽഡ് തന്നെ ആവണമെന്നില്ല ഈ 4 years ഓഫ് സ്റ്റഡി. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഏത് ഫീൽഡ് ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് 4 years ഓഫ് സ്റ്റഡി ഉണ്ടായിരിക്കണം. അത് ഓൺഷോറും ഓഫ് ഷോറും കൗണ്ട് ചെയ്യും. അത് ഇപ്പൊ പറയുന്നത് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇതിനകത്ത് ഏതും ആയിക്കോട്ടെ, ഇതാകെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് 4 വർഷത്തെ സ്റ്റഡി ഉണ്ടായിരിക്കണം. പക്ഷെ അതിനകത്ത് 1 വർഷം എന്തായാലും ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. അതാണ് PR ആപ്ലിക്കേഷന്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഇത് രണ്ടാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 45 days ഓഫ് സൂപ്പർവൈസ്ഡ് ടീച്ചിങ് ആണ്. ഈ 45 days ഓഫ് സൂപ്പർവൈസ്ഡ് ടീച്ചിങ്ങിനെ പറ്റി പറയാൻ നേരത്തെ നിങ്ങളുടെ കോഴ്സിൽ ഇത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ആകെ വേണ്ടത് 45 ദിവസത്തെ എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ ഈ കോഴ്സ് പാസ്സായി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വരും. എനിക്ക് 60 ദിവസത്തെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതാണുള്ളത്. പിന്നെ വേറെ PTE ഇതൊന്നും നിർബന്ധമല്ല. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് PTE മാക്സിമം സ്കോർ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിറ്റേഷൻ കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടാനായിട്ട് ഇതുണ്ട്. എൻ്റെ ഇതുവരെ ഞാൻ ഇൻവിറ്റേഷന് വന്നിട്ടില്ല. ഞാൻ സ്കിൽസ് അസസ്മെന്റ് പഠിച്ചിട്ടില്ല, എനിക്ക് സമയം കുറവാണ്. ഞാൻ ഇത് പഠിച്ചതാണെങ്കിലും നല്ല ഡിമാൻഡ് ഉള്ളതാണെങ്കിലും എൻ്റെ സമയം, അതായത് എൻ്റെ വിസയുടെ സമയം വളരെ കുറവാണ്. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അതെല്ലാം ദൈവം സഹായിച്ച് ശരിയാവട്ടെ. ഇപ്പോൾ പറഞ്ഞു തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ വേണ്ട എക്സ്പീരിയൻസ് ഈ 45 ദിവസമാണ്. വേറെ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. പിന്നെ ഈ 4 വർഷത്തെ പഠനം വേണം. ഇതിനകത്ത് 1 വർഷം ഏർലി ചൈൽഡ്ഹുഡ് ആയിരിക്കണം. അത്രേ ഉള്ളൂ ആകെ റിക്വയർമെന്റ്സ്. പക്ഷെ നമ്മൾ PTE NAT ഇതൊക്കെ എഴുതി മാക്സിമം PR പോയിന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. PR പോയിന്റ്സിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി കാണാൻ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കൂടുതൽ PR പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വിസയല്ല PR പെട്ടെന്ന് ഇൻവിറ്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ മാക്സിമം കളക്ട് ചെയ്യുക. പക്ഷെ നിർബന്ധമല്ല. നിങ്ങൾക്ക് തോന്നണം എനിക്കിത് IELTS PTO എഴുതിയിട്ട് കിട്ടില്ല എന്ന് ഉറപ്പുണ്ട്. ആ ഒരു ഇത് നിർബന്ധമേ അല്ല. ഇനി ഇതിന്റെ ഒരു കോമഡി സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാച്ചിലേഴ്സ് പഠിച്ചോട്ടെ, ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിച്ചോട്ടെ, മാസ്റ്റേഴ്സ് പഠിച്ചോട്ടെ, ഇത് 3ഉം പഠിച്ചാലും ഏകദേശം പഠിച്ചു കഴിയുമ്പോൾ സെയിം ഇത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷൻ. പക്ഷെ ആകെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഓൺഷോറിലുള്ള ഒരാളാണെങ്കിലും ഓഫ് ഷോറിലുള്ള ആളാണെങ്കിലും നിങ്ങൾ ഗ്രാജുവേറ്റ് ഡിപ്ലോമ പഠിച്ചോ, മാസ്റ്റേഴ്സ് പഠിച്ചോ, ബാച്ചിലേഴ്സ് പഠിച്ചോ, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സെയിം വാല്യൂ ആണ് പഠിച്ചു കഴിയുമ്പോൾ. ആകെ വ്യത്യാസം തന്നെ ഫീസ് വ്യത്യാസം. പക്ഷെ നാട്ടിലുള്ളവർക്ക് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുക്കാൻ പറ്റത്തൂല. ആ ഒരു സിറ്റുവേഷൻ ആണുള്ളത്. സെയിം റിസൾട്ട് ആണ് വരുന്നത് നാട്ടിൽ ഉദ്ദേശം. PR ആപ്ലിക്കേഷനെ പറ്റി സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ PR ആപ്ലിക്കേഷൻ പോലെ തന്നെ ആദ്യം വരുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്കിൽസ് അസസ്മെന്റ് ആണ്. അതിനകത്താണ് നമുക്ക് സ്കിൽസ് റെഡി ആണോ, അതിനകത്ത് നമ്മളിപ്പോൾ പറഞ്ഞ നേരത്തെ 4 years ഓഫ് സ്റ്റഡി, 45 days ഓഫ് സൂപ്പർവൈസ്ഡ് ടീച്ചിങ്, ആ ഒരു ഇതൊക്കെ നോക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഇത് സ്കിൽസ് അസസ്മെന്റ് ഇപ്പോൾ ഭയങ്കര സമയം എടുക്കുന്നുണ്ട്. അത് ഏത് ബോഡിയാണ് ഞാൻ താഴെ എഴുതിയിട്ടേക്കാവേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുവാണ്. നമുക്ക് സാധാ PR പാത്വേ പോലെ തന്നെ പ്രൊസീജിയർ വരുന്നത്. നമുക്ക് PR-ന് അപ്ലൈ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൊടുക്കുകയാണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഇൻവിറ്റേഷൻ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സും ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സും ആണ്. അത് കൂടാതെ കുറെ പൊസിഷൻസ് ഉണ്ട്. അതിപ്പോൾ ഡയറക്ടർ ആവാനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ഒരു സെന്റർ തുടങ്ങണമായിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച് നമ്മൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനും ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്കും മാസ്റ്റേഴ്സിനും ഒക്കെ എത്ര ഫീസ് ആവും, ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു നോട്ട് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇൻ കേസ് തോന്നുന്നതാണ് ഞാൻ എന്തെങ്കിലും കവർ ചെയ്തിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കമന്റ് സെക്ഷനിൽ ഇടുക. കാര്യം എനിക്ക് ഒട്ടും സൗണ്ട് ഒന്നും ശരിയല്ല. ഞാൻ ഈ വീഡിയോ ചെയ്തതിലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ എനിക്കൊട്ടും വയ്യ. പക്ഷെ ഇതിനെപ്പറ്റി കുറേ പേര് ചോദിച്ചുകൊണ്ട്
ഞാൻ വീഡിയോ ഇടുന്നതാണ്. സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു വീഡിയോയിൽ. പക്ഷെ നിങ്ങൾക്ക് തോന്നാൻ എന്തെങ്കിലും മിസ്ഡ് ആയെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ ഇടാൻ ഞാൻ റിപ്ലൈ തരുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ഇത് ഇടാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തോരം മെസ്സേജ് വരുന്നത്, അത്രയും മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്. ഞാൻ എന്താ പൊക്കി പറയുന്നതല്ല, തലക്കനം പോലെ കാണിക്കുന്നതല്ല, അത്രയും മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ ആകെ ശനി ഞായർ എനിക്ക് കിട്ടുന്നത്. അതിനകത്ത് ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ സമയപരിമിതി നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. ഒരാഴ്ച എടുത്തിട്ടാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.